ഹലോ. റീസെൻ്റ്ലി നമ്മൾ പോയിട്ടുള്ള ഒരു കോൺവോൾ ട്രിപ്പിൻ്റെ കുറച്ച് മെമ്മറീസാണ് കേട്ടോ ഇത്. നമ്മളങ്ങനെ രാവിലെ 3 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ നമ്മുടെ ശില്പയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്. സോ നമ്മൾ പുറപ്പെടുകയാണ്, നമ്മൾ ബാത്തിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ശില്പയുടെ വീട് നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ ഒരു കാർ നിറയെ തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങളായിട്ട് നമ്മൾ പുറപ്പെട്ടു കേട്ടോ. വഴിയിൽ വെച്ച് നമ്മൾ എവിടെയോ നിർത്തി അവിടെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ശില്പയും ഉണ്ണിയും കൂടി നമുക്ക് പാസ്തയും പപ്സും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ വഴിയിൽ വെച്ച് നമ്മൾ എവിടെയോ നിർത്തിയിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത്. വഴിയിലാണെങ്കിൽ നമുക്ക് പോണ വഴിക്ക് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സൺറൈസൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് ബാത്തിലേക്കാണ്. ബാത്ത് നമ്മളൊരു സ്റ്റോപ്പ്, അതായത് നമുക്ക് ഇടയിൽ വെച്ച് നിർത്താൻ വേണ്ടി ഒരു സ്ഥലം എന്ന രീതിക്ക് മാത്രമാണ് ബാത്തിലേക്ക് പോകുന്നത്. ബാത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഡ്ലോറാണ് അടുത്ത ഡെസ്റ്റിനേഷൻ, അതിനുശേഷം കോൺവോൾ. അങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളത് രസമൊക്കെ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ആദ്യം പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ബാത്തിൽ, നമ്മൾ ബാത്ത് സിറ്റി ടച്ച് ചെയ്താൽ നേരെ പോയത് പലേഡിയം ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടെങ്കിലും നേരിട്ട് കാണാൻ അത്രയ്ക്കും ഇങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അങ്ങനെ കാണുമ്പോൾ, ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരുപാട് നല്ലതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു രസം തോന്നില്ല. പിന്നെ അതിന് നമ്മൾ ഒരുപാട് പൈസയും കൊടുത്തു. അങ്ങനെ പലേഡിയം ബ്രിഡ്ജൊക്കെ കണ്ടിട്ട്, പലേഡിയം ബ്രിഡ്ജിൻ്റെ വേറൊരു, അതിൻ്റെ ശരിക്കുള്ള പേര് പ്രെയർ പാർക്ക് അങ്ങനെ എന്തോ ആണ്, കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ നമ്മൾ ബാത്ത് സിറ്റിയിലെത്തി. ബാത്ത് സിറ്റിയിലാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞിട്ട് നമ്മൾ പുട്നി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഇപ്പോൾ ഏതോ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, പക്ഷേ എല്ലാം നമ്മൾ മൂഞ്ച് കഴിഞ്ഞ് കഴിച്ചു. ബാത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പുട്നി ബ്രിഡ്ജ് അല്ല കേട്ടോ, പുൾട്നി ബ്രിഡ്ജാണ്. പറഞ്ഞു മാറിപ്പോയതാണ്. ഇവിടെ കാണാൻ ഒരു രസമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് ക്രൗഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായതുകൊണ്ട് തോന്നുന്നു നമുക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മൊത്തം ബാത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ബാത്തിലൊക്കെ അത്യാവശ്യം എന്തൊക്കെയോ കണ്ടെന്ന് വരുത്തിയിട്ട് നമ്മൾ നേരെ തിരിച്ചുവിട്ടു. നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ ബാത്ത് കംപ്ലീറ്റ് ചെയ്ത്, ബാത്തിൽ മൂഞ്ചൊരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ലുൽവർ കോവിൽ എത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് ഡെഡ്ലോർ പോകാൻ വേണ്ടി നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. റൂം ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോയി ലുൽവർ കോവ് എന്ന് കാണാൻ വേണ്ടി പോവാണ്, സൺസെറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലുൽവോർത്ത് കോവ് എന്ന് പറയുന്നത് നമ്മൾ ഡെഡ്ലോറിന് അടുത്തുള്ള സ്ഥലം കേട്ടോ. അടുത്ത് പറഞ്ഞാൽ വളരെ അടുത്തുള്ള സ്ഥലമാണ്. അതിനാണ് അതിന് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല. നമ്മളവിടെ ഒരു ഹോസ്റ്റൽ പോലത്തെ ഒരു സ്ഥലത്താട്ടോ റൂം എടുത്തുകൊണ്ട് ആ റൂമൊന്നും അത് കാണിക്കുന്നില്ല. വലിയ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ ലുൽവോർത്ത് കോവിൽ ആ ഈവനിങ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലുൽവോർത്ത് കോവിൽ പോയത് ഒരു സൺസെറ്റൊക്കെ നൈസായിട്ടൊരു സൺസെറ്റൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ നാളെ രാവിലെ സൺറൈസ് കാണാമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് പിറ്റേ ദിവസം നമ്മൾ ഡെഡ്ലോറാണ് പോകുന്നത്. അപ്പോൾ രാവിലെ സൺറൈസ് ആകുമ്പോൾ അത് അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ അവിടെ പോകുന്നതിനാണ് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഉറങ്ങിയത് ഗൈസ്. നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യണം. ശിൽപ, അശ്വിൻ ആൻഡ് ശിവശാജി ഒരു ഡെഡ് കേട്ടോ, ടു ഹാവ് ദ സൺ, ടു സീ ദ സൺസെറ്റ്, സൺറൈസ്. പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളെ സത്യം മനസ്സിലാക്കിയത്, ഇന്ന് സൺറൈസ് ഇല്ലെന്ന്. സൺറൈസ് ഉണ്ട് ശരിക്കും, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം ഫുൾ ക്ലൗഡി ആയിരുന്നു. ഒരുമാതിരി ഭയങ്കര ഒരു മൂടി ഒരു ഗ്ലൂമി ആയിട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അന്ന് സൺറൈസ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ഡെഡ്ലോറിൻ്റെ കാർ പാർക്ക് 8 മണിക്ക് ഇറങ്ങും. നമ്മൾ സൺറൈസ് കാണാൻ പോയതുകൊണ്ട് നമ്മൾ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാർ പാർക്ക് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ദൂരെ ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തി. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് സണ്ണില്ല ഇവിടെ. എന്ത് ചെയ്യാൻ, സൺറൈസ് ഓൾറെഡി ആയി. ബട്ട് ഇതാണ് പ്രശ്നം ഗൈസ്. ഞാൻ എവിടെ പോയാലും ഇങ്ങനെയായിരിക്കും. എവിടെ സൺറൈസ് കാണാൻ പോയാലും ഇങ്ങനെയായിരിക്കും, എവിടെ സൺസെറ്റ് കാണാൻ പോയാലും ഇങ്ങനെയായിരിക്കും.
നാട്ടിൽ എപ്പോഴും അങ്ങനെ തന്നെ. എന്താ തോന്നുന്നത് എനിക്കറിയില്ല, എന്താ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഭാഗ്യമായിട്ടൊരായിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടമായിട്ടോ സൺറൈസിലാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ ഒട്ടുമില്ലാതെ ഭയങ്കര നമ്മൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ടോ. അത് അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കില്ലേ അവിടെ. ഹലോ ഗൈസ്, നമ്മളിപ്പം കോൺവോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഡെഡ്ലോൺ പരിപാടി തീർന്നു. രാവിലെ നമ്മൾ ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം കോൺവോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ടൊരു 3 മണിക്കൂർ ജേണിയാണ്. അങ്ങനെ ഒരു 3 hour ജേണിക്ക് ശേഷം നമ്മൾ ടിൻഡാജലാട്ടോ ആദ്യമായിട്ട് എത്തിയത് കോൺവാളിൽ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ടിൻഡാജലാണ്. പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുക്കുന്നു. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 20 കൊണ്ടാണ് ക്ലാസ് എന്ന് പറഞ്ഞ് വേരും വരുന്നില്ല. അത്ര ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. നമുക്കവിടെ ടിൻഡാജൽ ക്യാസിനകത്ത് കയറാൻ വേണ്ടി നമുക്ക് 21 പൗണ്ടായിരുന്നു ടിക്കറ്റ്. നമുക്ക് തോന്നി അത്രത്തോളം അത്രത്തെ 21 പൗണ്ട് അടുത്ത് കയറുമ്പോൾ നമുക്ക് തോന്നിയപ്പോൾ ഞാൻ ശില്പിയും മാത്രം ജസ്റ്റ് കയറിയിട്ട് വരാം തോന്നി. അല്ലെങ്കിൽ പിന്നീട് കുറ്റബോധമായെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശില്പിയും അകത്തേക്ക് കയറി. ഇവർ മറ്റ് ഉണ്ണിയും ഷിബിനും പുറത്തിരുന്നു. അങ്ങനെ നമ്മൾ ടിൻഡാജലൊക്കെ ചുറ്റിക്കണ്ട്. ഞാൻ ശില്പിയും മാത്രമായിട്ട് ചുറ്റിക്കണ്ട്. പ്രത്യേകിച്ച് അവിടെ 21 പൗണ്ടിനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ റെയിലൊക്കെ കണ്ടിട്ടുള്ളത്. അത്രത്തോളം അങ്ങോട്ട് രസമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ നമ്മൾ പോയത് ഒരു വില്ലേജിലേക്കാണ്. ബോസ്കാസിലുണ്ടൊരു വില്ലേജ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാമായി കോയിട്ടുള്ള വില്ലേജാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി എൻജോയ് ചെയ്തത് ടിൻഡാജലിനേക്കാളും ഈ വില്ലേജായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ക്രൗഡ് കുറവായിരുന്നു. എനിക്ക് ക്രൗഡഡ് പ്ലേസസിൽ അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്രൗഡ് കുറവായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് കാണാൻ നല്ല ഭംഗിയാണ് അവിടെ. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോകണം. നമ്മുടെ സ്റ്റേ ഒരു ക്യാരവൻ ആയിരുന്നു. അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് ആയിരുന്നു കേട്ടോ. അത് എന്നിട്ട് നമ്മളെത്തിയപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ന്യൂക്കാസിൽ ഇവിടെ വരെ വന്നു എന്നൊക്കെ പറയുമ്പോഴേ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അവിടുത്തെ അതിൻ്റെ ഓണർക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തി അന്ന് ഉറങ്ങി കേട്ടോ. ഒന്ന് ഭയങ്കര ക്ഷീണമുണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉറങ്ങി. അവിടെ 5 മണിക്ക് എഴുന്നേറ്റതല്ലേ, പെട്ടെന്ന് ഉറങ്ങി. ഹലോ ഗായ്സ്, സോ നമ്മൾ നമ്മുടെ 3rd ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പെൻസാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സ്റ്റേയിലാണ്. സ്റ്റേ ഒക്കെ ഞാൻ വീട് കാണിച്ചു തരാം. അത്ര വലിയ അടിപൊളി സ്റ്റേ ഒന്നും അല്ല, ഒരു ക്യാരവനാണ്. സ്റ്റേ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ നിന്നിട്ട് ഞാനും ശില്പി ഒരേ തീറ്റയായിരുന്നു കേട്ടോ. കുറേ ചോക്ലേറ്റും മാംഗോ പറ്റിയൊക്കെ തിന്ന് തീർത്തു. എത്രത്തോളം ഷുഗറാണ് കയറ്റിയിരുന്നത് പാലേക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നത് സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്കാണ്. അവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ വ്യൂ കിട്ടിയില്ലെന്ന് സത്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ നടക്കുന്ന ഈ പാത്തിലൊക്കെ സാധാരണ തിര വന്ന് കയറും, അതായത് വെള്ളം കയറും നമുക്ക് ചില സമയങ്ങളിൽ. പക്ഷേ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ അകത്തേക്കൊന്നും പോയില്ല. നമുക്കത് അകത്ത് കാണാൻ വലിയ രസം, നമുക്ക് അത്ര രസമായി തോന്നിയില്ല. നമ്മൾ അകത്തേക്ക് പോയില്ല. നമ്മളങ്ങനെ ഇവിടെ നടന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുത്തു. ആസ് യൂഷ്വൽ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ എടുത്ത് നടന്നു. ശരിക്കും ഇതിലൂടെയൊക്കെ കുറച്ചുകൂടി വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സൺലൈറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇന്നും ക്ലൗഡിയാന്നുള്ളൊരു സത്യം നമ്മൾ അപ്പോൾ തന്നെ മനസ്സിലാക്കിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെവിടെ പോയാലും അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എപ്പോൾ പ്ലാൻ ചെയ്താലും, വിൻ്റർ പ്ലാൻ ചെയ്താലും, സമ്മർ പ്ലാൻ ചെയ്താലും, മിനിമം എപ്പോൾ പ്ലാൻ ചെയ്താലും അത് നാട്ടിൽ പോയിട്ട് നാട്ടിൽ കൊടും സമ്മറിൽ പ്ലാൻ ചെയ്താലും അത് ഞാനുള്ളപ്പോൾ അതൊക്കെ ക്ലൗഡിയാവും കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നമ്മൾ തിരിക്കുകയാണ്. ഇതൊരു നല്ല സ്ഥലമാണ്. നമ്മൾ വിചാരിച്ചു പിന്നെ നമുക്ക് നമ്മുടെ വീടിന് നമ്മുടെ സ്റ്റേക്ക് അടുത്തായതുകൊണ്ട് നമുക്ക് പിന്നെ വരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ നമ്മൾ പോയൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പോയത് അവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഒരു 20 minutes അങ്ങനെ ഡ്രൈവുള്ള ഒരു മൈനിലേക്കാണ്. ബൊട്ടലാക്ക് മൈൻ എന്നതിൻ്റെ പേര്. പിന്നെ നമ്മൾ ഒരുപാട് സ്പോട്ട് നമ്മൾ മിസ്സാക്കി, അതായത് നമ്മൾ ഒഴിവാക്കി. നമുക്കിനി പോകാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ഒഴിവാക്കി. പിന്നെ ഒന്നാമത് ക്ലൈമറ്റ് ശരിയില്ലാത്തതുകൊണ്ട് നമുക്കധികം
ഇൻട്രസ്റ്റഡ് ആയിരുന്നു. നമുക്കിവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള മെയിൻ ഫോട്ടോ എടുക്കാൻ ഉള്ള സൺലൈറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അധികം കുറേ സ്പോട്ട് നമ്മൾ ഒഴിവാക്കിട്ടോ അതിൻ്റെ ഇടയിൽ. ഇത് പണ്ടത്തെ ഒരു മൈൻ തന്നെയാണ് കേട്ടോ. പിന്നീട് അത് 2006 ശേഷം അത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പിന്നെ അങ്ങനെ മാറ്റുമായിരുന്നു. അധികം ക്രൗഡില്ലാത്തൊരു സ്ഥലമായിരുന്നു. എനിക്ക് പക്ഷേ ഇത് മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്രയും ക്രൗഡില്ലാത്തത്. പക്ഷേ നല്ലൊരു സ്ഥലമാണ്. ഫോട്ടോജനിക് ഉള്ള പ്ലേസാണ്. അവിടുന്ന് ഒരുപാട് ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ പോകാൻ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിനാക് തിയേറ്ററാണ് ഉദ്ദേശിച്ചത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി മിനാക് തിയേറ്റർ നമ്മൾ പോയപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ കഴിഞ്ഞ് പോയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു മിനാക് തിയേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചുണ്ട്, പോർത്തുക്കുർണോ ബീച്ച് എന്ന് തോന്നുന്നു എൻ്റെ പേര്, അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. നല്ലൊരു ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ആ ബീച്ച് കണ്ടു. അവിടെ നിന്നും കുറേ പിക്കും ഫോട്ടോസ് എടുത്തു. നമ്മളങ്ങനെ അവിടെ തിരിച്ചു പോരുകയാണ്. അതൊരു നല്ല സ്ഥലമാണ് കേട്ടോ. ആ ബീച്ച് ഒരു ബ്യൂട്ടിഫുൾ ബീച്ച്, സാധാരണ ബീച്ച് പോലെയല്ല, ഒരു സാൻഡ് ബീച്ചാണ്. പക്ഷെ എന്നാലും അതിൽ ഒരുപാട് അതിലത്തെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് വാട്ടറാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ മെഗ്ഡിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മൾ എൻ്റെ മൊത്തത്തെ കുരുവാണ് ഗൈസ്, ദാറ്റ്സ് മൈ പ്രോബ്ലം. നമ്മളെവിടെ പോയി നമ്മൾ സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് പോയി. ദെൻ നമ്മൾ മിനാക് തിയേറ്റർ പോയി. മിനാക് തിയേറ്റർ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിരുന്നു, സോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. ദെൻ നമ്മൾ അവിടെ പോർത്തുക്കുർണോ ബീച്ചിൽ പോയി. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ്സ് എ പ്രൊണൗൺസിയേഷൻ. ഐ തിങ്ക് ദാറ്റ്സ് റൈറ്റ്. പോർത്തുക്കുർണോ ബീച്ച് പോയി. ദെൻ നമ്മളിപ്പോൾ മെക്ഡി വന്നേക്കാണ്, സെൻറ്റ് ഡേവിസിലുള്ള മെക്ഡിയിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, സാധാരണ മെക്ഡി ഫുഡ്. അത് കഴിച്ച് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സെൻറ്റ് ഡേവ്സ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. സിറ്റിയാണ്. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺവാളിലെ ഒരു വില്ലേജാണ് കേട്ടോ. വില്ലേജ് ഒരു സിറ്റിയാണ്. പക്ഷെ നമ്മൾ പോയപ്പോൾ അവിടെ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര ക്ലൗഡി. അതുകൊണ്ട് ഇതിന് അധികം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അവിടെ നിന്നൊരു കടൽ പന്നി, അതായത് സീലിനെ കണ്ടു കേട്ടോ നമ്മളെ. അതുമാത്രം നമുക്ക് അവിടെ നിന്ന് ഓർമ്മിക്കാൻ പറ്റിയൊരു മെമ്മറി ഉള്ളൂ. അതർവൈസ് ഇത് ഭയങ്കര ഒരു ഹൊറിബിൾ പ്ലേസ് ആയിരുന്നു. നമ്മൾ കാറൊക്കെ ഓടിച്ചുകൊണ്ട് ഏതോ സിറ്റിയുടെ ഭാഗത്തൂടെയൊക്കെ കാർ ഓടിച്ച് എന്തൊക്കെയൊക്കെയോ കാണിച്ചാണ് അവിടെ എത്തിപ്പെട്ടത്. ഇതൊരു ഹാർബറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. ഇല്ലാട്ടോ, നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ അന്ന് വൈകുന്നേരം നമ്മുടെ സ്റ്റേയിൽ തന്നെ ചിക്കൻ ഗ്രിൽ ചെയ്തു. അവിടെ തന്നെ സ്റ്റേയിൽ തന്നെ അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ വാങ്ങിച്ച് അങ്ങനെ ഗ്രിൽ ചെയ്തു. എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തില്ല, ഞാൻ ലൈവ് ഫോട്ടോസ് വെച്ച് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ആ ദിവസം വൈൻഡപ്പ് ചെയ്തു. ഹലോ ഗൈസ്, വി ആർ സ്റ്റാർട്ടിംഗ് ദ തേർഡ് ഡേ ഇൻ അവർ വ്ലോഗ്, ബട്ട് അൺഫോർച്യുനേറ്റ്ലി മൈ ഫോൺ ഈസ് ഔട്ട് ഓഫ് സ്റ്റോറേജ്, സോ ഐ നോട്ട് ടേക്കിംഗ് ദാറ്റ് മച്ച് ലോങ് വീഡിയോസ്, സോ ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ഹിയർ. ബട്ട് ഇറ്റ്സ് സണ്ണി, ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ലാൻഡ്സ് കേട്ടോ. ലാൻഡ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ലാൻഡിൻ്റെ എൻഡാണ്. അത്ര ഉള്ളത്, ലോകത്തിൻ്റെ അവസാനം നല്ലത്. നമ്മളവിടെ പോയി. നമ്മളവിടുന്ന് പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു. അങ്ങനെ നമ്മൾ 2 പേരും നമ്മുടെ പേരൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പക്ഷേ അവർ പറഞ്ഞ അതിലെ അടിയിലുള്ള ഡേറ്റ് നമ്മുടെ അന്നത്തെ ഡേറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കുറേ വീഡിയോസിന് ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജ് അതൊക്കെ വെക്കാമെന്ന്. അതിപ്പോൾ എന്താണെന്ന് അറിയില്ല, അന്നത്തെ സ്റ്റാഫിൻ്റെ കുഴപ്പമാണോ അതോ അങ്ങനെ തന്നെയാണോ, ഇനിയിപ്പോൾ അടുത്ത റോഡ് മാറ്റുമെന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ ചുറ്റിക്കണ്ട്. അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും നമുക്കതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളതിലൊന്നും പോയില്ല. നമുക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പോലത്തെ ആക്ടിവിറ്റീസ് അല്ല ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. നമുക്ക് ന്യൂകാസിലെത്തണം. ഭയങ്കര നീണ്ടൊരു ജേണിയാണ്, ഏകദേശം 9 hours ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എന്നോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ ന്യൂകാസിലേക്ക് തിരിക്കുകയാണ്. ഞാനിപ്പോൾ ആലോചിക്കുക, എൻ്റെ ഈ വ്ളോഗ് ഞാൻ എത്ര നാൾ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞെന്ന്. സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഏറ്റവും ഒരു വലിയ ഭാഗ്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ ഓർക്കുകയാണ്. അങ്ങനെ ഒരുപാട് മെമ്മറീസും ഭാവിയിൽ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം നൽകുന്ന ആ ട്രിപ്പ് അങ്ങനെ അവസാനിക്കുകയാണ്. ഞാൻ അവസാനം കുറച്ച് ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ.
Insta360 ഒക്കെ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ട്രിപ്പ് ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബേസ് ട്രിപ്പിന് അത്ര അടിപൊളിയായില്ലെങ്കിലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു അത്. അങ്ങനെ നമ്മൾ ന്യൂകാസിലേക്ക് തിരിച്ചു. ന്യൂകാസിൽ വരുന്ന വഴി നമ്മൾ ബ്രിസ്റ്റോളിൽ മലയാളി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ആസ് യൂഷ്വൽ നമ്മളെല്ലാ ട്രിപ്പിൻ്റെ അവസാനം ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.